ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറക്കമായിരുന്നു, ഒരു പണിയൊന്നുമില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ അനിയത്തിയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവിടെ ഐസ്ക്രീം പങ്കുവയ്ക്കണ ബഹളം. ഉമ്മായും ഞങ്ങളെ കുട്ടി വീരന്മാരെല്ലാവരും കൂടെ പാത്രം വെച്ചിട്ട് നിൽക്കുകയാണ് ഐസ്ക്രീം വാങ്ങാനായിട്ട്. അങ്ങനെ ഉമ്മ ഓരോരുത്തർക്കായിട്ട് ഐസ്ക്രീം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വരി വെച്ച് നിൽക്കണം. ഉമ്മക്ക് അതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നല്ല സെറ്റായിരിക്കുന്ന ഐസ്ക്രീമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ നിഹാസും ഒരു പാത്രം കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് കിട്ടി. അവൻ അത് വാങ്ങിക്കൊണ്ട് വന്നിരുന്നു എൻ്റെ അടുത്ത് നല്ല ടേസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. എനിക്ക് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും കൂടെ കാർണിവൽ കാണാൻ പോകാമെന്ന് പറഞ്ഞ് ഇരുന്നിട്ടാണ്, നടന്നില്ല. അങ്ങനെ പിന്നെ ഇന്ന് അവളെ വക ചെറിയ ചെറിയ ചിലവായിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നിഹാസ് കഴിക്കണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്കും ഐസ്ക്രീം കിട്ടി. എനിക്കും ഒരു പാത്രത്തിൽ കൊണ്ടുവന്നു, ഞാനും കഴിച്ചത്. ഇതിനിടയ്ക്ക് ഞാൻ 2 ലഡുവൊക്കെ കഴിച്ചേട്ടോ. അതിൻ്റെയൊക്കെ റിസൾട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ വരാൻ പോണതേ ഉള്ളൂ. ലഡു, ഐസ്ക്രീം എല്ലാത്തിൻ്റെ റിസൾട്ട് ഉടനെ തന്നെ ഉണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ മധുരം കഴിച്ചുകൂടാ. ആ ഐസ്ക്രീം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഫ്രൈഡ് റൈസ് കഴിച്ചു. അതും ഞാൻ നിഹാസും കൂടിയാണ് കഴിച്ചത്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. പിന്നെ അവിടെ പോയതിൻ്റെ പേരിൽ സാധാരണ പോകുമ്പോൾ എല്ലാ ദിവസവും അവിടെ നിന്നാണ് ആഹാരമൊക്കെ കഴിച്ചിട്ട് വരണത്. വീട്ടിൽ ഉമ്മ ഇവിടെ നിൽക്കും, അവിടെ നിന്ന് ചോറൊക്കെ വെച്ചിരിക്കും. അവിടെ പോയി കഴിച്ചിട്ടാണ് വരണത്. അതുകൊണ്ട് ഇന്ന് അനിയത്തിയുടെ വീട്ടിൽ വൈകിട്ട് വന്നപ്പോഴത്തേക്കും ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഫർഹാൻ ഡയറി മിൽക്കും കൊണ്ടുവരികയാണ്, വല്യമ്മക്ക് വേണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ പങ്ക് ഞാൻ നേരത്തെ എടുത്ത് ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് രാത്രി കഴിക്കാനായിട്ട്. പിന്നെ അനിയത്തി ഇന്ന് കുറച്ച് റോസേര ചെടിയൊക്കെ വാങ്ങിയായിരുന്നു. അതൊക്കെ നോക്കി കണ്ട് അത് കഴിഞ്ഞ് എൻ്റെ നിഹാസ് അതിൽ നിന്ന് പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു, നടന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. നിറയെ കുറേ ചെടികൾ വാങ്ങിച്ചു കേട്ടാ. റോസ ഉണ്ട്, ഡാലിയ ഉണ്ട്, കുറേ ചെടികൾ വാങ്ങിച്ച് നട്ടിരിക്കണം. അത് കഴിഞ്ഞ് ഞാൻ നിഹാസമായിട്ട് വീട്ടിൽ വന്നിട്ട് നേരെ വീട്ടിൽ കയറില്ല. എൻ്റെ മോന് ഭയങ്കര പൂച്ചയുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഞങ്ങളുടെ സൈറൂവിൻ്റെ അടുത്ത്. അങ്ങനെ സൈറൂവിന് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തിട്ട് ഞാൻ എൻ്റെ പങ്ക് ഡയറി മിൽക്ക് കഴിക്കുകയാണ്. എന്നിടയ്ക്ക് എൻ്റെ മോൻ അവൻ്റെ ഡയറി മിൽക്കൊക്കെ കഴിച്ച് എനിക്ക് ഡയറി മിൽക്ക് കൂടെ കഴിച്ചപ്പോൾ ഭയങ്കരമായൊരു അബോധാവസ്ഥയിലായി ഞാൻ. കൊച്ചപ്പുറത്ത് ഓടിപ്പോയി സോഡ വാങ്ങിക്കണം, നാരങ്ങ വാങ്ങിക്കണം, എല്ലാം വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ തന്നെ വീട്ടിൽ ഉമ്മാടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ ഉമ്മായും അനിയത്തിയായിട്ട് നേരെ വന്ന് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഷുഗർ നല്ല കൂടുതൽ, ട്രിപ്പ് ഇടണം, ഇഞ്ചക്ഷനുണ്ട്. എനിക്കാണെങ്കിൽ ഈ കൈയൊക്കെ മുറിയണ കുഴപ്പമില്ല, ഈ അറിഞ്ഞും കൊണ്ട് ഈ സൂചി കുത്തുമ്പോൾ ഭയങ്കര ഒരു വേദനിക്കുമോ എന്നൊക്കെ ഭയങ്കര പേടിയാണ്. അല്ലാതെ ഇപ്പം നമ്മുടെ കൈ മുറിയണതാ നമ്മൾ അറിയണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഒന്നും സംഭവിക്കണേ. ഇതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പേടി, കയ്യിൽ സൂചി കുത്തുമ്പോൾ വേദന എടുക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സിസ്റ്റർ പറഞ്ഞു, അയ്യേ ഇത്രയും വലിയ വയസ്സായിട്ടും കരയണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ കരഞ്ഞില്ല, അല്ലാതെ വേദന എടുക്കുമോ എന്നൊക്കെ ചോദിച്ചു. നിഹാസ് അടുത്ത് നിന്ന് എന്നെ കളിയാക്കിയാണ്. അവനെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയാൽ 10 പേര് പിടിക്കണം. പിന്നെ ഇതിങ്ങനെ ഒരു പേടിയാണ്, അല്ല വേദനിക്കുമെന്നുള്ളതല്ല, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണോണ്ട് പണ്ടേ ഉള്ളൊരു ആ ഒരു പേടി. പിന്നെ ഞാൻ കയ്യിൽ നാരങ്ങയൊക്കെ വെച്ചുകൊണ്ടാണ് കേട്ടോ ഇരിക്കണത്. ഇതിനിടയ്ക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നപ്പോഴത്തേക്ക് മുമ്പ് നാരങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോഴും ആ നാരങ്ങയൊക്കെ കയ്യിൽ വെച്ചിരിക്കണം മണപ്പിക്കാനായിട്ട്. അത് കഴിഞ്ഞ് സിസ്റ്റർ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒരു ട്രിപ്പൊക്കെ ഇട്ട് പിന്നെ അവിടെ 2 മണിക്കൂർ ആ ട്രിപ്പ് തീരാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ നിഹാസിനാണെങ്കിൽ ഫോണിൽ ഗെയിം കളിയായിരുന്നു, ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളവിടെ നേരെ വീട്ടിൽ വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു.